നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജൂലൈ പെൻഷൻ കാത്തിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. ജൂലൈ പെൻഷൻ ലഭിക്കുമെന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. അന്ന് പക്ഷേ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് പെൻഷൻ ലഭിച്ചത്. പിന്നീട് ശനി ഞായർ ദിവസങ്ങളിൽ പെൻഷൻ ലഭിച്ചിട്ടുമില്ല. എന്നാൽ കേന്ദ്രത്തിൻ്റെ വിഹിതമായ 200 രൂപ ഈ ദിവസങ്ങളിൽ ചില ആളുകൾക്ക് ലഭിച്ചിട്ടുണ്ട്. എന്താണ് പെൻഷൻ വിതരണത്തിൽ തടസ്സപ്പെട്ടത്, ഇന്ന് പെൻഷൻ ലഭിക്കുമോ എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് അറിയിപ്പുകളും സേവനങ്ങളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് പെൻഷൻ മസ്റ്ററിംഗ് ആണ്. ഇനി വളരെ കുറച്ച് ദിവസം മാത്രമാണ് മസ്റ്ററിങ്ങിന് ബാക്കിയുള്ളത്. ഇപ്പോഴും 60% ആളുകൾ മാത്രമാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ളത്. അതായത് ഒരു പഞ്ചായത്തിൽ 100 ആളുകൾക്ക് പെൻഷൻ ലഭിക്കുന്നുണ്ടെങ്കിൽ 60 ആളുകൾക്ക് മാത്രമാണ് തുടർന്ന് പെൻഷൻ ലഭിക്കുള്ളൂ. 40 ആളുകൾ പുറത്തു പോകുമെന്നുള്ള കണക്ക്. നിർബന്ധമായിട്ട് ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് പിന്നീട് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയില്ല. അവർ എന്ത് രേഖകൾ പിന്നീട് കൊടുത്താലും പിന്നീട് അവർക്ക് പെൻഷൻ ലഭിക്കുകയില്ല. നിർബന്ധമായിട്ടും ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മസ്റ്ററിംഗ് ചെയ്ത ആളുകൾ മറ്റ് പെൻഷൻ ലഭിക്കുന്ന ആളുകളെ പരിചയമുള്ള ആളുകളോട് മസ്റ്ററിങ്ങിൻ്റെ കാര്യങ്ങൾ അവരോട് വ്യക്തമായി പറയുക. എത്രയും പെട്ടെന്ന് തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത പക്ഷം പിന്നീട് അവർക്ക് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയില്ല. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത്. 30 രൂപയാണ് ഇതിന് ഫീസ് നൽകേണ്ടത്. നമ്മുടെ ആധാർ കാർഡോ പെൻഷൻ ID ഏതെങ്കിലും ഒന്ന് നമ്മളെ കൈവശമുണ്ടായാൽ മാത്രം മതി. പെൻഷൻ വാങ്ങുന്ന ആളുകൾ നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലോ അതല്ലെങ്കിൽ അക്ഷയ കേന്ദ്രം നേരിട്ട് നടത്തുന്ന ക്യാമ്പുകളിലോ നടന്ന് പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. ഇതിലൊരു ഒരു കാര്യം പ്രത്യേകം കൂടി ശ്രദ്ധിക്കണം. ചില ആളുകൾക്ക് 2 രൂപത്തിലുള്ള പെൻഷൻ ലഭിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു സാമൂഹ്യ സുരക്ഷാ പെൻഷനും അതുപോലെ തന്നെ ക്ഷേമനിധി പോലും ലഭിക്കുന്ന പെൻഷൻ ലഭിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് 2 പെൻഷൻ ID ഉണ്ടായിരിക്കും. അവർ 2 രൂപത്തിലുള്ള പെൻഷൻ മസ്റ്ററിംഗ് കൂടി പൂർത്തിയാക്കണം. എങ്കിൽ മാത്രമാണ് പിന്നീട് അവർക്ക് 2 പെൻഷൻ ഐഡിയിൽ നിന്നും പെൻഷൻ ലഭിക്കുകയുള്ളൂ. നമ്മൾ നോക്കാൻ പോകുന്ന മറ്റൊരു വിഷയമാണ് ജൂലൈ മാസത്തിലെ പെൻഷൻ. നമ്മളെല്ലാം പ്രതീക്ഷിച്ചതുപോലെ വെള്ളിയാഴ്ചയായിരുന്നു ഇതിൻ്റെ തുടക്കം തുടങ്ങിയിരുന്നത്. പത്രമാധ്യമങ്ങളിലും മറ്റ് ന്യൂസുകളിലെല്ലാം വെള്ളിയാഴ്ച രാവിലെ പെൻഷൻ വിതരണം തുടങ്ങിയ രൂപത്തിലുള്ള അറിയിപ്പുകൾ വന്നിരുന്നു. വളരെ കുറച്ച് ആളുകൾക്ക് അന്ന് പെൻഷൻ ലഭിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് നിരന്തരമായ സർവർ തകരാറ് മൂലം മറ്റാളുകൾക്ക് പെൻഷൻ വിതരണം തടസ്സപ്പെടുകയാണ് ഉണ്ടായത്. പിന്നീട് ഇന്നലെയും ഇന്നുമായി ചില ആളുകൾക്ക് കേന്ദ്രത്തിൻ്റെ വിഹിതമായ 200 രൂപ ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ലഭിച്ചവർക്ക് 1400 രൂപയും അത് ലഭിക്കാത്ത ആളുകൾക്ക് 1600 രൂപയും ഇന്ന് മുതൽ വിതരണം തുടങ്ങുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. സെർവർ തകരാറ് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അതിൻ്റെ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്ന് ഉച്ചയോട് കൂടി തന്നെ ഇന്ന് 4 മണിക്ക് മുമ്പായി തന്നെ എല്ലാ ആളുകൾക്കും പെൻഷൻ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. അടുത്ത മാസം മുതൽ പെൻഷൻ ലഭിക്കണമെങ്കിൽ നമ്മൾ ഈ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ മസ്റ്ററിങ്ങും മറ്റു കാര്യങ്ങളും പൂർത്തിയാക്കേണ്ടി വരും. ഇപ്രാവശ്യം ഏതായാലും കഴിഞ്ഞ മാസം പെൻഷൻ ലഭിച്ച എല്ലാ ആളുകൾക്കും ഈ മാസവും പെൻഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ പെൻഷൻ അപേക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാം ഈ വർഷം അവസാന മാസങ്ങളിലായിരിക്കും പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുക. അതിനപ്പുറം 2 മാസങ്ങൾക്കപ്പുറം നിയമസഭാ ഇലക്ഷൻ കൂടി നടക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ആളുകൾക്ക് ജനങ്ങൾക്ക് ഉപകാരമായ കാര്യങ്ങൾ ചെയ്യാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം പെൻഷൻ ചെറിയ കാരണങ്ങൾ കൊണ്ട് മുടങ്ങിയ ആളുകൾക്കെല്ലാം ഇപ്പോൾ പുതിയ പെൻഷൻ അപേക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. അന്ന് ചെറിയ കാരണങ്ങൾ കൊണ്ടായിരിക്കും അത് റിജക്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ പെൻഷൻ അപേക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. പെൻഷൻ ലഭിച്ചെങ്കിൽ നിങ്ങൾ യെസ് എന്നും പെൻഷൻ ലഭിച്ചില്ലെങ്കിൽ നോ എന്നും കമൻറ്റ് ചെയ്യണമെന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.